നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ കറി, അതായത് ഒരു പഴയകാല കറി ഉണ്ടാക്കണം കേട്ടോ. അതായത് ഇത് സന്ധ്യയ്ക്ക് ഉണ്ടാക്കണ കറിയാണ്. സന്ധ്യ എന്ന് വെച്ചാൽ രാത്രിയിലത്തെ ഭക്ഷണത്തിന്, അത്താഴത്തിന് ഉണ്ടാക്കണ മിക്കവാറും ദിവസം ഉണ്ടാക്കുന്ന കറിയാണിത്. അതായത് ചിലപ്പോൾ ഉച്ചക്കലത്തെ കറിയൊന്നും ബാക്കിയില്ല, ചോറിനപ്പോൾ ഒന്നുമില്ല, ഇത്തിരി കുറവാണെന്നൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അരച്ചിറക്കി എന്ന് പറയും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മിക്കവാറും പഴയ വീടുകളിലൊക്കെ ഉണ്ടാക്കും ഇത്, അരച്ചിറക്കി. അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ, ഇത് അമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ അരച്ചിറക്കി ഉണ്ടാക്കുകയാണ്. അരച്ചിറക്കി എന്ന് പറഞ്ഞപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ അരച്ചിറക്കി ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. അരച്ചിറക്കി ഉണ്ടാക്കാനായിട്ട് ആകെ 3 ഐറ്റേ വേണം കേട്ടോ. ഒന്ന് കുറച്ച് നാളികേരം, പിന്നെ കുറച്ച് നല്ല പച്ചമുളക്, ഇത് കാന്താരി മുളക് കേട്ടോ, സൂപ്പർ. അപ്പം നാളികേരം എടുത്തു, പിന്നെ കുറച്ച് ഉപ്പ്. ഈ 3 സാധനം ഉണ്ടായാൽ അരച്ചിറക്കി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് നെല്ലിക്ക ചേർക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക അരച്ചിറക്കിയാണ്. അപ്പോൾ ഈ നാളികേരം വേണം കേട്ടോ അതിന്. നെല്ലിക്ക മാത്രമായിട്ട് അരച്ച് കലക്കിയ സ്വാദ് ഉണ്ടാവില്ല, പക്ഷെ നാളികേരം വേണം. അപ്പോൾ നമുക്ക് നെല്ലിക്ക ഒന്ന് ഇങ്ങനെ കഷ്ണമാക്കാം. നെല്ലിക്ക നുറുക്കുമ്പോഴേ ഇരുമ്പ് കത്തിയോട് നുറുക്കാൻ പാടില്ല. ഇങ്ങനത്തെ കത്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഇരുമ്പ് കത്തിയാകുമ്പോൾ നമ്മുടെ കൈമയൊക്കെ കറയോ. അപ്പം നെല്ലിക്ക റെഡിയാക്കി. ആദ്യം തന്നെ നെല്ലിക്ക ഒന്ന് ഫസ്റ്റ് തന്നെ ഇത് അരച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ശരിക്കും അറിയില്ല. പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നെല്ലിക്ക ഇതാ അരഞ്ഞിട്ടുണ്ട്. ഉപ്പിടാം, കല്ലുപ്പാണ് കേട്ടോ. നാളികേരം ഇടാം. മതി. പിന്നെ നല്ല കാന്താരി മുളക് കേട്ടോ, അടിപൊളി കാന്താരി മുളകാണ്. നമ്മളോട് നല്ല എരിവ് വേണം കേട്ടോ, അതിന് സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പിട്ടു, കാന്താരി മുളക് ഇട്ടു, നാളികേരം. ഇത്ര മാത്രമായി തന്നെ നമ്മുടെ അരച്ചിറക്കാവും കേട്ടോ. പ്ലസ് ഇന്ന് നെല്ലിക്കും കൂടി. പണ്ടൊക്കെ ഇത് അമ്മീമേന അരക്കട്ടോ, അമ്മീമ നിന്ന് അരയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ അരച്ചുകൂട്ടാ ബെസ്റ്റായിട്ട്. ഈ പാത്രത്തിലേക്ക് ഒഴിക്കും. കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയൊക്കെ കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മോര് ഒഴിക്കാം കേട്ടോ അതിൽ. 1 ഗ്ലാസ് മോരൊഴിച്ചു. നല്ല കട്ടിയുള്ള മോരാട്ടോ. പുളി അത്യാവശ്യമുണ്ട്, അധികമൊന്നുമില്ല. പിന്നെ പുളി ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മോരൊഴിച്ച് അതൊന്ന് ലൂസാക്കി. ഇനി നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിടാം. ചെറുചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. കഴിയാറായിട്ടോ. വറ്റൽമുളക് ഇടാം. ഇനി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഈ അരച്ച് കലക്കി ഒഴിക്കാം. മോരൊഴിച്ചതല്ലേ, ഒന്ന് ചൂടാവണം, നല്ലതാണ്. തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇത്തിരി വെള്ളമൊഴിച്ച് പാത്രം ഒന്ന് ഇങ്ങനെ കഴുകി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിനൊരു ലൂസായി കിട്ടും ചെയ്യും. ഇതിപ്പോൾ അധികം ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. നിങ്ങൾ കട്ടി ഉണ്ടെങ്കിൽ സ്വാദ് കൂടും. ഇത്തിരി കൂടി കട്ടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പണി കഴിഞ്ഞു കേട്ടോ നമ്മുടെ. പകർത്തി വയ്ക്കാം. അപ്പോൾ സൂപ്പർ അരച്ച് കലക്കിയാണ്. നെല്ലിക്ക ചേർത്ത അരച്ച് കലക്കി. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. ഊണ് കഴിക്കാതെ മാത്രം മതിയിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ.
ഇപ്പം നമ്മുടെ അരച്ച് കലക്കി കേട്ടോ, അരച്ച് കലക്കി, നെല്ലിക്ക അരച്ച് കലക്കി, നെല്ലിക്ക് നാളികേരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് ഇത്. അത് ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയില്ലേ, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇതിൽ കഴിക്കുമ്പോൾ. പണ്ട് ഞങ്ങൾ കഴിക്കുമ്പോഴിത് നാളികേരവും പച്ചമുളകും ഉപ്പ് മാത്രം ഇട്ട് അരയ്ക്കുക. പിന്നെ കൊണ്ടാട്ടം, അയ്യടാ എടുക്കായിരുന്നു അല്ലേ, നെല്ലിക്ക തരട്ടെ, നെല്ലിക്ക അച്ചാറുണ്ട്, കൊണ്ടാട്ട മുളക് പൊടി വേണം ജയശ്രീക്ക്. വേണ്ടേ, നാരങ്ങയില്ല, അത് മതിയാ. നെല്ലിക്ക അച്ചാറുണ്ട്, പിന്നെ കോവയ്ക്ക ഉപ്പേരി ഇട്ടിട്ടാ. അവിയലുണ്ട് കേട്ടോ. അവിയൽ ഞാൻ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അവിയലുണ്ട് ഇവിടെ ഓൾറെഡി. രാജേട്ടന് ഏറ്റവും ഇഷ്ടം അവിയലാണ്. പക്ഷേ എനിക്ക് കുട്ടിക്കാലത്ത് കഴിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? കുട്ടിക്കാലത്ത് കഴിച്ചത് കഴിക്കുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മ വരും. പക്ഷെ അന്ന് നമ്മളിതിൽ നെല്ലിക്ക ഇടാറില്ല കേട്ടോ, നാളികേരം മാത്രം അരയ്ക്കുള്ളൂ. പിന്നെ നാളികേരം അരയ്ക്കുമ്പോൾ മോരുണ്ടെങ്കിൽ മോരൊഴിക്കുക, മോരില്ലെങ്കിൽ പുളി ഒഴിക്കും. മാങ്ങ അടിപൊളി കേട്ടോ. അപ്പം നമുക്ക് കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല. നാളികേരം ഉണ്ടെങ്കിൽ അതിനോട് അരച്ചാൽ മതി കേട്ടോ. നെല്ലിക്ക വേണമെന്നൊന്നുമില്ല കേട്ടോ. അരച്ചലിക്ക് നാളികേരവും പച്ചമുളകും ഉപ്പ് മാത്രം മതി. ഇനി പണ്ട് കാലത്ത് നമുക്ക് ചിലപ്പോൾ പച്ചമുളകും ഉണ്ടാവില്ലേ വീട്ടിൽ. അപ്പം എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ചുമന്ന മുളക് എടുക്കും, വെറ്റൽമുളക് അതെടുക്കുക, അമ്മീമ വയ്ക്കുക, അരയ്ക്കുക. ആദ്യം ഉപ്പും മുളകും കൂടി അരയ്ക്കും, അതിൽ നാളികേരം കൂട്ടി അരയ്ക്കും. അതിൽ ഇതൊക്കെ കൂടി വാങ്ങിയിട്ട് ഇത്തിരി മോരൊഴിച്ച്, മോരില്ലെങ്കിൽ പുളി ഒഴിച്ച് കടുക് മുളക് വറുക്കണം. നല്ല സൂപ്പർ കൂട്ടാൻ. ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.